ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇത്തരത്തിലൊരു സിനിമ മലയാളത്തിൽ ആദ്യമാണെന്ന് തന്നെ പറയാം. നമ്മൾ പറഞ്ഞു കേട്ടതും വായിച്ചതുമായ പല ഐതിഹ്യങ്ങളും മിത്തുകളും മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോകയിൽ. ഒരു ഫാൻറ്റസി എൻ്റർടൈനർ ആയി ഒട്ടും ബോറടിക്കാത്ത തരത്തിലാണ് സിനിമ ചെയ്തു വച്ചിരിക്കുന്നത്. ജേക്സ് ബിജോയുടെ സംഗീതവും സിനിമയുടെ നല്ല റിസൾട്ടിന് പ്രധാന പങ്കുവഹിച്ചതായി അനുഭവപ്പെട്ടു. പടത്തിൻ്റെ ഓരോ വിഷ്വൽസിനും ഒരു പ്രത്യേകതരം ഹൈ ലെവൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. റിയൽ ആയുള്ള നമ്മുടെ ലോകവും അതിനോടൊപ്പം തന്നെ നിലനിൽക്കുന്ന മറ്റൊരു യൂണിവേഴ്സുമാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഫാൻറ്റസി യൂണിവേഴ്സിൽ ഉള്ളവർക്ക് സൂപ്പർ പവർ ഉള്ളതായി ചിത്രം പറയുന്നു. ആ യൂണിവേഴ്സിലെ ചന്ദ്ര എന്ന കഥാപാത്രമായി ഈ ചാപ്റ്റർ 1-ൽ കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്നു. ആ സൂപ്പർ ഹീറോ കഥാപാത്രത്തെ അടിപൊളിയായി തന്നെ അടിമുടി ഹെവിയായി തന്നെ കല്യാണി ചെയ്തു വെച്ചു. കല്യാണിയുടെ ഫൈറ്റ് രംഗങ്ങളും കണ്ണുകളുടെ ലുക്കും ഒക്കെ തന്നെ ഗംഭീരമായി തന്നെ വന്നു. റിയൽ ആയുള്ള യൂണിവേഴ്സിലെ മെയിൻ കഥാപാത്രമായ സണ്ണിയായി നസ്ലൻ ഗഫൂർ വേഷമിട്ടിരിക്കുന്നു. നസ്ലൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ആ കഥാപാത്രത്തെ ചെയ്തു ഫലിപ്പിച്ചു. സണ്ണി എന്ന കഥാപാത്രത്തിന് അല്പം ഹ്യൂമർ ഷെയ്ഡും ഉണ്ടായിരുന്നു. സണ്ണിയുടെ കൂട്ടുകാരനായി ചന്തു സെലിം കുമാറും കഥാപാത്രവും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ചിത്രത്തിലെ ശരത് സഭയുടെ കഥാപാത്രവും എടുത്തു പറയേണ്ടതായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ള ആ ക്യാരക്ടർ ശരത് കൃത്യമായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു. വിജയരാഘവനും സണ്ണി വെയിനും അന്നാവനും രഘുനാഥ് പാലേരിയും ഒക്കെ തന്നെ പടത്തിൽ ഓർമ്മിക്കപ്പെടുന്ന അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ഈ ഫാൻറ്റസിയുടെ എലമെൻ്റ് തന്നെയാണ് ലോകയുടെ ആദ്യത്തെ ഹൈലൈറ്റ്. എന്നിരുന്നാലും പടത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമായി കല്യാണി പ്രിയദർശൻ്റെ മുകളിലേക്ക് വരുന്ന ഗസ്റ്റ് റോളുകളിൽ വരുന്ന താരങ്ങളായിരുന്നു. ചിത്രത്തിൽ ജസ്റ്റ് വന്നു പോയവരൊക്കെ തന്നെ വിക്കിപീഡിയയിൽ വരെ അപ്ഡേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളതിനാൽ സ്പോയിലർ ആയി വരില്ല. സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ ഇവരൊക്കെ ആ ഫാൻറ്റസി യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്നും അടുത്തതായി വരുവാൻ പോകുന്ന അധ്യായങ്ങളിൽ ഇവരൊക്കെ ഓരോരുത്തരായി വരുമെന്നും ചാപ്റ്റർ 1 ഹിൻ്റ് തരുന്നു. ഈ കഥാപാത്രങ്ങളുടെ ഒക്കെ മുകളിൽ മൂത്തോൻ എന്ന യൂണിവേഴ്സിൻ്റെ ബോസ് ഉണ്ടെന്നും ആ കഥാപാത്രത്തിൻ്റെ ശബ്ദവും ഈ ചാപ്റ്റർ 1-ൽ വരുന്നു. ഡൊമിനിക് അരുൺ ആണ്. നാം കേട്ട യക്ഷിക്കഥകളും മുത്തശ്ശിക്കഥകളും പശ്ചാത്തലമാക്കി ലോക ചാപ്റ്റർ 1 ചന്ദ്ര സംവിധാനം ചെയ്തിരിക്കുന്നത്. നടിയും കൂടെയായ ശാന്തി ബാലകൃഷ്ണൻ ആണ് ദുൽഖർ പണം മുടക്കിയിരിക്കുന്ന ഈ പടത്തിൻ്റെ കോ റൈറ്റർ. മുൻപ് ഇവിടെ വന്ന ഗഗനചാരി എന്ന പടത്തിൻ്റെ ഒരു ഷെയ്ഡ് ലോകയ്ക്ക് എവിടെയോ ഉണ്ടെന്നിരിക്കലും ആ മൂഡൊന്നും അല്ല ഈ സിനിമയ്ക്കുള്ളത്. സിനിമയിൽ സാൻഡി എന്ന നടൻ ചെയ്ത ഇൻസ്പെക്ടർ റോളും ശ്രദ്ധിക്കുന്നതായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ള ആ കഥാപാത്രത്തെ അദ്ദേഹം അടിപൊളിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു. ഹെവി ടിക്കറ്റ് ബുക്കിംഗ് ആണ് ലോകയ്ക്ക് ഈ 2ാം ദിനവും നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ കോൺസെപ്റ്റിൽ മലയാളത്തിന് അഹങ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സിനി യൂണിവേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കുന്നു. പ്രേക്ഷകൻ്റെ ബ്രെയിനിനെ ടൈറ്റായി എൻഗേജഡ് ആക്കിക്കൊണ്ട് 2.5 മണിക്കൂർ ആസ്വദിച്ചു കാണുവാൻ പറ്റിയ തിയേറ്ററിൽ മാത്രം കാണേണ്ട പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയുടെ ഇനി വരാനിരിക്കുന്ന അധ്യായങ്ങൾക്കായി കാത്തിരിക്കുന്നു.